തൊഴിലാളി എന്ന നിലയിൽ ഇതിന് ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നത് ശരിയാണ്. പക്ഷെ ഇതിന് പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഓടുന്നുണ്ട്, സ്ത്രീകൾ ഓടുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോൺ ഒരു പിൻ നമ്പർ ഉണ്ടെങ്കിൽ ആർക്ക് എവിടെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പ്രായം അതിന്റെ ഒരു മാനദണ്ഡമല്ല. വിദ്യാർത്ഥികൾക്ക് മദ്യം അവർ ചിലപ്പോൾ അവർ തന്നെ ഓർഡർ ചെയ്ത് അവർ ജീവിക്കുന്നവരെ കൊണ്ട് കൊടുക്കേണ്ടി വരും. പല വീടും പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിന്റെ വിവരങ്ങൾ വന്നാലേ അറിയട്ടെ. പക്ഷേ ഒരു നല്ല കാര്യം അത്രയ്ക്ക് ഒരു നല്ല ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് കുറച്ച് ഓർഡർ കിട്ടുമായിരിക്കും, ശരിയായിരിക്കും. പക്ഷെ വീടിന്റെ ഓരോ വീടുകളുടെ മുറ്റത്ത് കൊണ്ട് മദ്യം കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ ഒരു സംസ്ഥാനത്ത് അത് എത്രത്തോളം തീർച്ചയായും ഈ സ്വിഗ്ഗി പോലുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി ആളുകൾക്കിടയിൽ മദ്യം വിതരണമായി എത്തുമ്പോൾ അത് എത്രത്തോളം ആളുകൾക്കിടയിലും അതൊരു ചർച്ചാ വിഷയവും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കടത്താനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പേര് വരിക സ്വിഗ്ഗിക്കാണ്. ലഹരി വസ്തുക്കൾ കടത്താനുള്ള സംവിധാനം ഇപ്പൊ തന്നെ സ്വിഗ്ഗിയിലുണ്ട്. ഇനി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞങ്ങൾ എക്സൈസ് കമ്മീഷണർക്ക് വീട്ടിൽ സർക്കാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയില്ല. കഞ്ചാവ് മുതൽ അകലെ MMD വരെയും സ്വിഗ്ഗിയുടെ ഇനി വഴി നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങളത് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കമ്പനിക്കെതിരെ ഒരു നടപടി ഈ നിമിഷം വരെ വന്നു. ഒരു 1.5 വർഷമായിരുന്നു. അത് ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ പല ആൾക്കാരും അവരറിയാത്ത കാരിയർ ഈ മയക്കുമരുന്നിന്റെ കാരിയറായി ഞങ്ങൾ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിന്റെ കൂടെ മദ്യം കൂടി വരുമ്പോൾ അതിന്റെ ഒരു മാനമേ മാറും. ഫുഡ്, മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന് എല്ലാ സാധനവും ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, എത്തിക്കാം എന്നുള്ളത് മറ്റേത് സ്റ്റേറ്റിലും ഇല്ലാത്തൊരു സംവിധാനം ചിലപ്പോൾ ഇവിടെ അങ്ങനെ ആയിട്ട് വരും. പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്. അത് പെട്ടെന്ന് കസ്റ്റമർ എന്ന നിലയിൽ അവർക്ക് ചില സന്തോഷമായിരിക്കാം. അവിടെ ഇരുന്ന് മദ്യം കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു കാര്യമായിരിക്കാം. പക്ഷെ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇതുണ്ട്. അതും കൂടി സർക്കാർ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത് പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന ഈ ജോലി മേഖലയിലുള്ള പറയാം. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു ബെവ്കോയുടെ ഒരു തീരുമാനം സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ ഈ ഇത്തരത്തിൽ മദ്യം വീട്ടിലെത്തിക്കുന്നത് അവർ തന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും. അത് പക്ഷേ എത്രത്തോളം അപ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു തൊഴിലാളി എന്ന നിലയിൽ ഉണ്ടാവുക? കാരണം 23 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് ഒരു രേഖ തയ്യാറാക്കാനൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം ഏതൊരാൾക്കും രേഖകൾ എളുപ്പം മാറ്റിമറിക്കാൻ അതൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയൊന്നും സാധാരണ സ്വിഗ്ഗി പ്രവർത്തകർക്കിടയിൽ ഇല്ലല്ലോ. സ്കൂൾ കുട്ടികൾക്ക് വരെ 10ൽ പഠിക്കുന്ന പയ്യന്മാർക്ക് വരെ ഇതിന് മദ്യം കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ വരും. കാരണം ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യില്ല. ഇത് പ്രായം തെളിയിക്കാനും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കിപ്പോ ഈ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഓർഡർ എടുത്തിട്ട് അതുകൊണ്ട് കൊടുക്കാതിരുന്നാൽ അതിന്റെ എന്താണോ അതിന്റെ വിലയും അതിന്റെ ഇതും നമ്മുടെ കയ്യിൽ നിന്നാണ് പിടിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും കാരണം കൊടുക്കാതെ വന്നു പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നാണ് പിന്നെ നമ്മുടെ ID ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയുള്ള സംവിധാനമാണ് ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള എല്ലാ കമ്പനികളിലും ഉള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.